നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുതിരാൻ തുരങ്കമുഖത്തെ മണ്ണിടിച്ചിൽ GSI വിദഗ്ധ സംഘം പരിശോധന നടത്തി. കടൽക്ഷോഭം തടയാൻ ടെട്രോപാഡ് നിർമ്മാണത്തിനായി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി. ദേശീയപാത പുതുക്കാട് സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് കോടികളുടെ പകൽക്കൊള്ളയ്ക്ക് BJP നേതൃത്വം നൽകുന്നുവെന്ന് VS സുനിൽകുമാർ. വാർത്തകൾ വിശദമായി. കുതിരാൻ തുരങ്കമുഖത്തെ മണ്ണിടിച്ചിൽ GSI വിദഗ്ധ സംഘം പരിശോധന നടത്തി. ദേശീയപാത 544 കുതിരാൻ തുരങ്കപാതയുടെ കവാടത്തിന് മുകളിലെ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് യൂണിറ്റ് കേരള ആൻഡ് ലക്ഷദ്വീപിന്റെ വിദഗ്ധ സംഘം സ്ഥലത്ത് സമഗ്രമായ ശാസ്ത്രീയ പരിശോധന നടത്തി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സീനിയർ ജിയോളജിസ്റ്റുകളായ A. രമേശ് കുമാർ, നിശാന്ത് S എന്നിവരടങ്ങുന്ന GSI സംഘം സ്ഥലത്തെത്തി പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ആൻഡ് അനലിസ്റ്റ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് എന്നിവരും വിദഗ്ധ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. തുരങ്കത്തിന്റെയും അതിനു മുകളിലുള്ള കുന്നിൻ ചെരുവിലെയും നിലവിലെ ചരിവ്, സ്ഥിരത, മണ്ണ് പാറ സ്വഭാവം, ജല നിർഗമന സൗകര്യങ്ങൾ, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപായ സാധ്യതകൾ എന്നിവ സംഘം വിശദമായി വിലയിരുത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് കൂടുതൽ സമഗ്രമായ പഠനത്തിനായി തുരങ്ക നിർമ്മാണ സമയത്ത് തയ്യാറാക്കിയ ഡിസൈൻ രേഖകൾ, DPR, ഭൗമ സാങ്കേതിക പഠന റിപ്പോർട്ടുകൾ എന്നിവ നൽകാൻ ബന്ധപ്പെട്ട അധികൃതരോട് സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രേഖകൾ കൂടി പരിശോധിച്ച ശേഷം മേഖലയിലെ അപകട സാധ്യത ഇല്ലാതാക്കാനും പ്രദേശത്തെ സുരക്ഷിതമാക്കാനുമുള്ള ശാശ്വത പരിഹാര നിർദ്ദേശങ്ങൾ GSI സർക്കാരിന് സമർപ്പിക്കും. നേരത്തെ ജിയോളജിസ്റ്റ്, ആൻഡ് അനലിസ്റ്റ്, മണ്ണ് പരിസ്ഥിതി സംരക്ഷണ ഓഫീസർ, ഭൂചലന വനം വകുപ്പുകൾ, കേരള വന ഗവേഷണ കേന്ദ്രം, തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയവരിൽ നിന്നുള്ള വിദഗ്ധരടങ്ങിയ സംഘവും പരിശോധന നടത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. കടൽക്ഷോഭം തടയാൻ ടെട്രോപാഡ് നിർമ്മാണത്തിനായി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി. അഴീക്കോട് മുതൽ കയ്പമംഗലം വരെയുള്ള തീരപ്രദേശത്ത് കടൽക്ഷോഭം തടയുന്നതിനായി സമർപ്പിച്ച 320 കോടി രൂപയുടെ പദ്ധതിക്ക് അടിയന്തരമായി അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിലായി 1000-ഓളം വീടുകളാണ് കടലാക്രമണം മൂലം നശിച്ചുപോയത്. എന്നാൽ പല സ്ഥലങ്ങളായി മഴ നിറച്ച ജിയോ ബാഗുകൾ സ്ഥാപിക്കാൻ കോടികൾ ചിലവാക്കിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല. ഈ സാഹചര്യങ്ങൾ കടൽക്ഷോഭ മേഖലയെക്കുറിച്ച് പഠനം നടത്തുന്ന ദേശീയ കടൽത്തീര ഗവേഷണ കേന്ദ്രം ഈ ഭാഗത്ത് പരിശോധന നടത്തി. എടവിലങ്ങ്, എറിയാട് പഞ്ചായത്തുകളുടെ കടൽത്തീര പ്രദേശങ്ങൾ തീവ്ര കടൽക്ഷോഭ മേഖലകളാണ് എന്നും ഇവിടെ കടൽ ഭിത്തിക്ക് പകരം ടെട്രോപാഡ് നിർമ്മിക്കുന്നതാണ് അനുയോജ്യമെന്ന് കാണിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 320 കോടി രൂപയുടെ പ്രപ്പോസൽ സമർപ്പിച്ച് 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഇല്ലാതെ വന്നതിനാലാണ് അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന എറിയാട് മത്സ്യത്തൊഴിലാളി ക്ഷേമസഹകരണ സംഘം സെക്രട്ടറി EK ദാസൻ ഹൈക്കോടതി ഹർജി സമർപ്പിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ദേശീയപാത പുതുക്കാട് സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പി സ്വദേശി സുന്ദരനാണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ല. പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ സ്റ്റിയറിംഗിലേക്ക് കുഴഞ്ഞു വീണ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് കോടികളുടെ പകൽക്കൊള്ളയ്ക്ക് BJP നേതൃത്വം നൽകുന്നുവെന്ന് VS സുനിൽകുമാർ. CPI ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാറ്റം അനിവാര്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി CPI അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ചകിരി തൊഴിലാളി സ്മാരകത്തിൽ വെച്ച് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. സമസ്ത മേഖലകളിലും അഴിമതിയും കൊള്ളയും നടക്കുകയാണ്. രാജ്യത്ത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് കോടികളുടെ പകൽക്കൊള്ളയ്ക്ക് BJP നേതൃത്വം നൽകുകയാണെന്ന് VS സുനിൽകുമാർ പറഞ്ഞു.
അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭവം BJPയുടെ കൊള്ളയുടെ ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, KP സന്ദീപ്, CR മുരളീധരൻ, CK കൃഷ്ണകുമാർ, വൈശാഖ് അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. CPI ലോക്കൽ സെക്രട്ടറി സാജൻ കൂട്ടാല ക്യാപ്റ്റനായി, മണ്ഡലം കമ്മിറ്റി അംഗം ജ്യോതിലക്ഷ്മി വസന്തൻ വൈസ് ക്യാപ്റ്റനായി, ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ബാബു AB ഡയറക്ടറായി സംഘടിപ്പിച്ച ജാഥയിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു. രാവിലെ മുതൽ കാൽനടയായി വിവിധ പ്രദേശങ്ങളിൽ ജാഥ സ്വീകരണം ഏറ്റുവാങ്ങി. വൈകിട്ട് മുട്ടിച്ചൂർ കോക്കാൻമുക്ക് സെന്ററിലാണ് സമാപന സമ്മേളനം. CPIM സംസ്ഥാന കൗൺസിൽ അംഗം ഷീന പറയങ്ങാടിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ മുഖ്യ അതിഥിയായിരുന്നു. TN ചന്ദ്രബാലൻ, ശങ്കരനാരായണൻ, വേണു ചക്കാമടത്തിൽ, VD ജയപ്രകാശൻ, സുമേഷ് തെക്കിനിയടത്ത്, സജീവൻ മാക്കോത്ത്, കിഷോർ പള്ളിയാറ, ബീന നന്ദൻ, ദീപ ഉല്ലാസ്, സുധാകരൻ എറവിൽ, സ്വാഗത് KB തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ നഗരമധ്യത്തിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ നടന്ന 2 കവർച്ചകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച 2 പേരെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി സിറ്റി പോലീസ്. ചാവക്കാട് തൊട്ടാപ്പ് സ്വദേശി 19 വയസ്സുള്ള സാദിഖ്, പീച്ചി ചെന്നൈപ്പാറ സ്വദേശി 27 വയസ്സുള്ള ഡാനി ജോർജ് എന്നിവരെയാണ് തൃശൂർ ACP സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്ന് ഗുരുവായൂരിൽ നിന്ന് പിടികൂടിയത്. 9-ാം തീയതി പുലർച്ചെയായിരുന്നു സംഭവം. ശക്തൻ സ്റ്റാൻഡിൽ കിടന്നുറങ്ങുകയായിരുന്ന വയോധിക ദമ്പതികളുടെ ലോട്ടറി വിൽപ്പനക്കാരനായ വികലാംഗനെയുമാണ് സംഘം ആക്രമിച്ച് പണവും ATM കാർഡും ഉൾപ്പെടെയുള്ളവ കവർന്നത്. ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ തമിഴ്നാട് സ്വദേശി മുത്തുകൃഷ്ണൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പുലർച്ചെ 2 മണിയോടെ തൃശൂർ ടൗണിലെത്തിയ സംഘം വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായാണ് പോലീസ് പറയുന്നത്. തൃശൂർ സിറ്റി ക്യാമറ കൺട്രോൾ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. കേസിലെ 1-ാം പ്രതിയായ സാദിഖിന് തൃശൂർ ഈസ്റ്റ്, കുന്നംകുളം, ഗുരുവായൂർ, വാഴക്കാട് സ്റ്റേഷനുകളായി നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പന്നിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുന്നംകുളത്തെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലെ പ്രചരണ കേന്ദ്രത്തിലെ പന്നികളെ കൊന്നെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 87 പന്നികളാണ് ഫാമിലുള്ളത്. കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ ദ്രുതകർമ്മസേന പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഫാമിന് ചുറ്റും 1 കിലോമീറ്റർ രോഗബാധിത പ്രദേശത്തുമായി 10 കിലോമീറ്റർ രോഗനിരീക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചു. പ്രദേശത്ത് നിന്നും പന്നിമാംസം വിതരണം ചെയ്യുന്നതും മാംസം വിതരണം ചെയ്യുന്ന കടകൾ പ്രവർത്തിക്കുന്നതും നിരോധിച്ചു. പന്നികളെ മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നതിനും നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. പന്നികളിൽ മാത്രം കണ്ടുവരുന്ന ഈ രോഗം മറ്റു മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ പകരാൻ സാധ്യതയില്ലെന്ന് ചീഫ് വെറ്റിനറി ഓഫീസർ ഐസക് സാം ആരോപിച്ചു. കള്ളുഷാപ്പ് മാനേജരെയും സുഹൃത്തിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പാലക്കാട് നിന്നും അറസ്റ്റ് ചെയ്തു. മതിലകത്ത് കള്ളു കുടിച്ചതിന് പണം ചോദിച്ചുള്ള വൈരാഗ്യത്താൽ കള്ളുഷാപ്പ് മാനേജരെയും സുഹൃത്തിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പാലക്കാട് നിന്നും മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലകം പോഴങ്കാവ് സ്വദേശി പൈനാട്ട് വീട്ടിൽ 27 വയസ്സുള്ള അമലിനെയാണ് അറസ്റ്റിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. സ്ത്രീ സുരക്ഷാ പെൻഷൻ UDF സർക്കാർ അട്ടിമറിച്ചെന്നാരോപിച്ച് CPM കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം KA വിശംബരൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം ബിന്ദു രാജൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മഞ്ജുള അരുണൻ, TV സുരേഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ NK സുരേഷ്, കാസിം, മുൻ ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, PL പോൾസൺ എന്നിവർ സംസാരിച്ചു. അങ്ങനെ വരുമ്പോ 31 ലക്ഷം സ്ത്രീകൾ ഇങ്ങനെ പെൻഷൻ കിട്ടുന്ന ആളുകൾ LDF ഗവൺമെന്റ് അനുകൂലമായിട്ട് നിൽക്കുമോ എന്ന സംശയമാണ് അവർ നയിക്കുന്നത്. അങ്ങനെ സംശയമുള്ളതുകൊണ്ട് അവർ ഒരു കാരണവശാലും അവർ സംരക്ഷിച്ചുകൂടാ. വീട്ടകങ്ങളിൽ പണിയെടുക്കുന്ന, വീട്ടകങ്ങളിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന, രക്ഷിതാക്കളെ സംരക്ഷിക്കുന്ന ജോലികൾ പൂർത്തിയാക്കുന്ന അത്തരം സ്ത്രീകളെ സംരക്ഷിക്കരുത് എന്ന ഏറ്റവും വ്യക്തമായ ഒരു ചിന്തയാണ് ഇന്ന് UDFന്റെ ഗവൺമെന്റിനെ നയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു പെൻഷൻ കൊടുക്കേണ്ടത് തീരുമാനിച്ചത്. ഇവിടെ കയ്പമംഗലം പഞ്ചായത്തിലാണല്ലോ UDFകാര് കഴിഞ്ഞ തവണയും ഭരിച്ചത്, ഇപ്പോഴും ഭരിക്കുന്നത് UDF ആണല്ലോ. ഈ കയ്പമംഗലം ഈ പഞ്ചായത്ത് പ്രദേശത്തടക്കം എത്ര സ്ത്രീകൾക്കാണ് ഇവിടെ പെൻഷൻ കിട്ടിയുള്ളത്? നിങ്ങളതൊന്നും പരസ്യപ്പെടുത്ത്. ഇവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണാധികാരി UDFന്റെ വലുതകളായ ആളുകളായിരുന്നുള്ള പ്രസിഡന്റുമാരായിരുന്നവര് ഇപ്പോഴും അങ്ങനെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു? വിഷമിക്കേണ്ട. ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946 04 8988.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താ നേരം തുടരുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ UDF സർക്കാർ അട്ടിമറിച്ചെന്നാരോപിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരിഞ്ഞനം വില്ലേജ് കമ്മിറ്റി സ്ത്രീ സുരക്ഷാ സംഗമം നടത്തി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം RL ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി PA സുധീർ, മഹിളാ അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറി സ്മിത ഷാജി, പ്രസിഡന്റ് മൃദുല ഗിരീഷ്, സരിത കണ്ണൻ, വിനീത മോഹൻദാസ്, ശിവരാമൻ എന്നിവർ സംസാരിച്ചു. UDFന്റെ പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത് വലതുപക്ഷ നയങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. വലതുപക്ഷ നയങ്ങൾ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിത പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടിയുള്ള നിലപാടുകൾ എന്തെല്ലാമാണോ ഈ നാട്ടിൽ അവശേഷിക്കുന്നത് അവയെല്ലാം നിർത്തലാക്കുകയും അവയെല്ലാം അവസാനിപ്പിക്കുകയും കുത്തകകൾക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുകയും നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വലതുപക്ഷ നയം എന്നതിന്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. UDFന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവരാൽ സാധിക്കും എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയാൽ അത് തിരുത്തണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആത്മാ പദ്ധതിയുടെ ഭാഗമായി കിസാൻ ഗോഷ്ഠിയും കർഷക അവാർഡ് വിതരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാച്ചി, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AP സ്നേഹലത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഷിഹാബ്, മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിസാമോൾ സൈമൺ, മതിലകം കൃഷി ഓഫീസർ ഡോക്ടർ PC സജന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ആത്മകർഷക അവാർഡുകൾ MO പോളി, ഹൈറുനിസ കൊയിലാപ്പറമ്പിൽ, സിദ്ദിഖ് പള്ളിപ്പറമ്പിൽ, ജോർജ് അന്തിയുതൻ, രാജേഷ് അറക്കംപറമ്പിൽ എന്നിവർ ഏറ്റുവാങ്ങി. വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. തീർച്ചയായും കാർഷിക മേഖലയിൽ പരസ്പരമുള്ള നമ്മുടെ അറിവുകൾ, കൃഷി അറിവുകൾ കൈമാറുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പരമ്പരാഗതമായി ഈ അറിവുകൾ കൈമാറിയാണ് നമ്മുടെ ഈ കാർഷിക രംഗത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായി. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അറിവുകൾ കൈമാറി വന്നിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ നമ്മള് ജൈവ കൃഷിയെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്. ഒരു ഘട്ടത്തിൽ ജൈവ കൃഷി വലിയൊരു തരംഗമായി നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ജൈവ കൃഷിക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ അതിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങളും നമ്മുടെ നാട്ടിൽ ഉയർന്നു വരികയും ചെയ്യും. ഒന്നും തനിമയോടുകൂടി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ജൈവ കൃഷിക്കെതിരായിട്ട് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം.
പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. തൃശൂരിലെ വസതിയിലായിരുന്നു അന്ത്യം. മോസ്കോ പവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിൽ PhD കരസ്ഥമാക്കിയ MP പരമേശ്വരൻ 1957 മുതൽ 1975 വരെ ബർക്കിൽ ശാസ്ത്രജ്ഞനായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സ്ഥാപകരിൽ ഒരാളാണ്. നിരവധി വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരിസ്ഥിതി, ഊർജ്ജ സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയിൽ ആഴമുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള പരമേശ്വരൻ 4ാം ലോക സിദ്ധാന്തം അവതരിപ്പിച്ചതിനെ തുടർന്ന് CPIM-ൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു. മാള പള്ളിപ്പുറത്തെ വീട്ടുകിണറ്റിൽ അജ്ഞാതന്റെ മൃതദേഹം കണ്ടെത്തി. തൃശൂർ മാള പള്ളിപ്പുറം മദ്രസയ്ക്ക് സമീപമുള്ള കടവിൽ വീട്ടിൽ സഗീർ എന്നയാളുടെ വീട്ടുകിണറ്റിൽ നിന്ന് ഏകദേശം 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന അജ്ഞാതന്റെ മൃതദേഹം കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെ വീട്ടുകാരാണ് മൃതദേഹം കണ്ടത്. കിണറിന് മുകളിൽ വിരിച്ചിരുന്ന വല നീങ്ങിക്കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ കിണറ്റിൽ നോക്കിയപ്പോഴാണ് കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ മാള പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു. തുടർന്ന് മാള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു. മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ മാള പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുതിരാൻ തുരങ്കമുഖത്തെ മണ്ണിടിച്ചിൽ GSI വിദഗ്ധ സംഘം പരിശോധന നടത്തി. കടൽക്ഷോഭം തടയാൻ ടെട്രോപാഡ് നിർമ്മാണത്തിനായി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി. ദേശീയപാത പുതുക്കാട് സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് കോടികളുടെ പകൽക്കൊള്ളയ്ക്ക് BJP നേതൃത്വം നൽകുന്നുവെന്ന് VS സുനിൽകുമാർ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.